അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്പെഷ്യൽ എന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ വീട്ടിൽ വെച്ചിട്ട് ഒരു ഡോണറ്റ്സ് നമുക്ക് ഉണ്ടാക്കിയാലോ. അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുന്നതിന് മുമ്പ് സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, 2.5 ടീസ്പൂണ് ഈസ്റ്റ്, 1/2 ടീസ്പൂണ് ഉപ്പ്, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 കപ്പ് ഇളം ചൂട് പാൽ, 1/2 ടീസ്പൂണ് വാനില എസൻസ്, 3 കപ്പ് മൈദ. അപ്പോൾ നമുക്ക് ഈ മൈദ ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ഇളം ചൂട് പാലിൽ 2.5 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഈസ്റ്റൊക്കെ നന്നായിട്ട് ഈ പാലിൽ മിക്സ് ആക്കിയിട്ടൊന്ന് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് എന്താക്കാൻ ഒരു മുട്ട ചേർക്കുക, എന്നിട്ട് 2 ടീസ്പൂണ് ബട്ടർ ചേർക്കുക. നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തിന് അതിൽ 2 ടീസ്പൂൺ ബട്ടറും ചേർത്ത് പിന്നെ ബാക്കിയുള്ള ആ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മൈദയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ മൈദ നമ്മുടെ മിക്സാക്കിയ ഈസ്റ്റിൻ്റെ ബാറ്ററിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നല്ല ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് മാറ്റുക. അതായത് നമ്മുടെ കോഫി ബണ്ണ് കുഴക്കുന്ന പോലെ ഇത് കുഴക്കേണ്ടത്. അതിൻ്റെ റെസിപ്പി കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക. അപ്പം നമ്മുടെ ഈ പിന്നെ പിസ്സക്കായിക്കോട്ടെ, ബന്ന്, ബ്രെഡ് എല്ലാത്തിനും ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റ് പിന്നെ ഡോ ആണ് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ പാൽ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് ഒരിക്കലും കുഴക്കരുത്. എന്നിട്ട് നമ്മൾ എന്താക്കണം, ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണല്ലോ ഈ ബട്ടർ എടുത്തതിന് 2 ടീസ്പൂൺ ചേർത്തു. ബാക്കിയുള്ളത് കുറച്ച് നമ്മൾ ഈ കുഴക്കുന്ന സമയത്തും കൂടെ ചേർക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് നമ്മൾ ഇതിനെന്താക്കാൻ സാധാരണ പൊങ്ങാൻ വെക്കാൻ കുറച്ച് എണ്ണ പുരട്ടിയ ഒരു പാത്രത്തിൽ നമ്മളിത് പൊങ്ങാൻ. ഞാൻ ഈ പൊങ്ങാൻ വെക്കുമ്പോൾ എപ്പോഴും ഒരു ഓവൺ പ്രീഹീറ്റ് ചെയ്ത ആ ഒരു ടൈമിൽ ആ പ്രീഹീറ്റ് ചെയ്തായ ആ ചൂടിൻ്റെ അകത്ത് ഞാനിത് ഒരു 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കിന് ആ ചൂടിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. എപ്പോഴും ഞാൻ ഇങ്ങനെ ഈസ്റ്റ് മിക്സ് ആക്കിയിട്ടുള്ള ഡോ എപ്പോഴും ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവൻ്റെ അകത്ത് ആ ഒരു പ്രീഹീറ്റ് ചെയ്യുന്ന ടൈം മാത്രം ആ ചൂടിൽ ഞാനൊരു വെച്ചിട്ടാണ് ഞാൻ സാധാരണ പൊങ്ങാൻ വെക്കൽ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെന്താക്കണം, ആ ഡോണറ്റ്സിൻ്റെ ഷേപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ എന്താക്കുക, ഒരു ചെറിയ പൂരിൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ട് ഇത് ഞാൻ കൈനെ കൊണ്ടാട്ടോ പരത്താൻ പോകുന്നത്. സാധാരണ റോളർ കൊണ്ട് പരത്താം, എനിക്ക് കൈനെ കൊണ്ട് പരത്തിയിട്ട് പിന്നെ ഡോണറ്റ്സ് ഉണ്ടാക്കി അതിൻ്റെ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ കയ്യിലെടുക്കുക. എന്നിട്ട് നമ്മുടെ ടേയിൽ വെച്ച് നന്നായിട്ടൊന്ന് കൈനെ കൊണ്ട് അമർത്തുക. എന്നിട്ട് അതിൻ്റെ നടുക്ക് നമ്മുടെ ഈ പിന്നെ എന്താ പറയുക, കേക്കിൻ്റെ നോസിലുണ്ടല്ലോ, ക്രീമിന് അത് പൈപ്പിങ് ചെയ്യുന്ന നോസിൽ അതെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഹോൾസ് ഇടുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഡോണറ്റ്സിൻ്റെ ഷേപ്പ് ആക്കാൻ. പക്ഷേ റോളറിൽ പരത്തുമ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് പരത്തിയെടുക്കരുത്. കുറച്ച് നല്ല തിക്നെസ് വേണം, ഒരു ഇഞ്ചിൻ്റെ തിക്നെസ് എന്തായാലും വേണം, എന്നാലാണ് ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ കൈനെ കൊണ്ട് കുറച്ച് പരത്തിന് നിങ്ങൾക്ക് റോളിനെ കൊണ്ടും കൂടെ പരത്തുന്നത് കാണിച്ചില്ല. അപ്പോൾ ഇതേപോലെ കുറച്ചെടുക്കുക, കൈനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തുക, എൻ്റെ ചെറിയ ഒരു നോസിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ കുറച്ചായി. ഇനി ഞാൻ റോൾ വെച്ചിട്ട് പരത്തുന്നത് കാണിച്ചില്ല. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തുക. പക്ഷേ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ 1 ഇഞ്ച് 1.5 ഇഞ്ചെങ്കിലും തടി എന്തായാലും വേണം. എന്നാലും ആ ഒരു തടിയും പിന്നെ നമ്മളൊരു 10 മിനിറ്റ് വെക്കുമ്പോൾ ഒരു 15 മിനിറ്റ് ഇതെന്തായാലും പൊങ്ങാൻ വേണ്ടി വെക്കണം. ആ പൊങ്ങി കഴിഞ്ഞതും കൂടെ കഴിയുമ്പോഴാണ് ആ ഡോണറ്റ്സ് ഒരു നല്ലൊരു വലിപ്പത്തിൽ കിട്ടാൻ. അപ്പോൾ പരത്തി എന്നിട്ട് ഞാൻ എന്താക്കാൻ ഒരു മൂടിയിൽ സാധാരണ ഒരു ചെറിയൊരു മൂടി എടുത്തു. എനിക്ക് പിന്നെ ചെറിയ ഡോണറ്റ്സ് കട്ടർ ഇല്ലാത്തതുകൊണ്ട് ഡോണറ്റ്സ് കട്ടറിലാകുമ്പോൾ വലുതായിരിക്കും, അത്ര വലിപ്പം വേണ്ട, കുഞ്ഞല്ല രസമോ. അപ്പോൾ ചെറിയൊരു മൂടി വെച്ചു, ഇതേപോലെ പരത്തി. എന്നിട്ട് നമ്മളെന്താക്കി മൂടി വെച്ചിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ആ ചെറിയ നമ്മുടെ ഐസിങ് ചെയ്യുന്ന നോസിലുണ്ടല്ലോ, ആ നോസിലിൻ്റെ ആ ചെറിയ ഹോൾസ് അത് വെച്ചിട്ട് നടുക്കൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബോറടിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഡോണറ്റ്സ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത്ര വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ പരത്തിയിട്ടുള്ളതും നമ്മുടെ ഉരുട്ടിയിട്ടുള്ള ഡോണറ്റ്സും ഞാനിവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ
റെഡിയായി. ഇനി നമ്മളിതിനെ ഒരു 15 മിനിറ്റോളം പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു തുണി നനക്കുകയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു തുണി അതിൻ്റെ മുകളിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. നിങ്ങൾ നോക്കിക്കോ, ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. കണ്ട, നിങ്ങൾ നല്ല പൊങ്ങിയിട്ട് കണ്ട ഈ പിന്നെ നമ്മുടെ കൈനെ കൊണ്ട് ഉരുട്ടിയ ഡോണറ്റ്സ് കേട്ടോ ഇത്. അപ്പം അതിൻ്റെ ഒരു ഷേപ്പ് വേറെയല്ല. എനിക്ക് ഈ ഷേപ്പ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. പരുത്തിൻ്റെ ഷേപ്പ് വേറൊരു, അത് നല്ലത് തന്നെ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതുപോലെ ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. അപ്പോൾ രണ്ടും കൂടെ എല്ലാം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് നമുക്ക് എന്താക്കാൻ, എണ്ണയിൽ നല്ല ചൂടാക്കുക എണ്ണ. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മറിച്ച് അതൊക്കെ നല്ല ചൂടിൽ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളി വേവില്ല. നമ്മൾ നല്ല തിക്കായിട്ട് പിന്നെ പരത്തിയതല്ലേ. അപ്പം നന്നായിട്ട് എണ്ണ ചൂടാക്കുക. എന്നിട്ട് തീ കുറച്ചതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ടിട്ട് നല്ല തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പം എപ്പോഴും എണ്ണ നന്നായിട്ട് ചൂടാവുക. എന്നിട്ട് ചൂട് നന്നായിട്ട് കുറച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ, എന്നാലാണ് ഉള്ളു വേവുള്ളൂ. അപ്പം നമുക്ക് എല്ലാ ഡോണറ്റ്സും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം ഏകദേശം നല്ല ഗോൾഡൻ കളറാവണം, എന്നാലന്നൊരു നല്ല ടേസ്റ്റും നല്ല ഭംഗിയും കാണാനുണ്ടാവാൻ. അപ്പോൾ ഏകദേശം എൻ്റെ ഡോണറ്റ്സ് എല്ലാം ആയി. അപ്പോൾ ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. പൊരിച്ചെടുക്കാൻ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. നല്ല സമാധാനത്തിൽ വേണം ഡോണറ്റ്സ് പൊരിച്ചെടുക്കാൻ. ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഞാൻ 2 ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് പഞ്ചസാര പൊടിച്ചിട്ട് അത് കോട്ട് ചെയ്തിട്ടാണ് പകുതി എടുക്കുന്നത്, പകുതി ചോക്ലേറ്റിലും. അപ്പോൾ നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ ആ ചൂടോടുകൂടെ തന്നെ നമ്മുടെ ഇതിനെ ആ ഡോണറ്റ്സ് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കുറച്ച് അങ്ങനെ എടുത്തു പഞ്ചസാരൻ്റെത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത്, അപ്പോൾ 100 ഗ്രാം ചോക്ലേറ്റ് ആണെങ്കിൽ 100 ഗ്രാം നമ്മുടെ പിന്നെ ഫ്രഷ് ക്രീം എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഓവനിൽ മെൽറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന അതാണ് നമ്മൾ ചോക്ലേറ്റ് സോസ്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താക്കാൻ ഈ നമ്മളെ ഡോണറ്റ്സ് മുക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഡോണറ്റ്സുമായി ഷുഗർ ഡോണറ്റ്സുമായി. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ, ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിയില്ല, എൻ്റെ സൗണ്ടിന് എന്താണെന്നറിയില്ല. ആ കുടുംബ സംഗമത്തിന് ശേഷം എനിക്ക് സൗണ്ട് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിനെല്ലാം കാണിച്ചു, നല്ലോണം റെസ്റ്റ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ഞാൻ വീഡിയോ ഇടാൻ. ഇനി പിന്നെ അത് ശരിയാവട്ടെ, മധ്യം ഇത് ശരിയാവോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ദുആ ചെയ്യാം എൻ്റെ സൗണ്ട് ഒന്ന് നേരെ ആവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി, നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആയിൽ എന്തായാലും ഉൾപ്പെടുത്തണം കേട്ടോ, മറന്നു പോകരുതേ എൻ്റെ സൗണ്ട് നേരെ ആവാൻ.